ഹായ്, ഇന്ന് ഞങ്ങൾ ഫാമിലിയായിട്ട് ജസ്റ്റ് ചെറിയൊരു ട്രിപ്പ് പോവാണ്. ഇത് വളരെ അകലെയൊന്നുമല്ല. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ അകലെയുള്ള ഒരു ബീച്ചിലേക്കാണ്. ഈ ബീച്ചിൻ്റെ പേര് ഇവരുടെ ഔദ്യോഗിക ഭാഷയായി മാവോരിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് ടാമനൂർ റിസർവ് ഒനിഹെങ്ക ബീച്ച് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഔദ്യോഗിക ഭാഷ മാവോരിയാണ് ഇവരുടെ ഔദ്യോഗിക ഭാഷ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മെയിൻ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഔദ്യോഗിക ഭാഷയായി മാവൂരിൽ എഴുതിയേക്കുന്നത്. റോഡിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോഴെല്ലാം ഇങ്ങനെ ഇവരുടെ ഭാഷയിലാണ് കൂടുതൽ സ്ഥലങ്ങൾ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇവരുടെ മാവൂരി ഭാഷ കുറച്ച് നമുക്ക് മനസ്സിലാക്കാൻ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആദ്യം. അപ്പോൾ കൂടാതെ ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു പിക്നിക് ഏരിയ ആണ്, ഒരു ഫാമിലി എൻ്റർടൈനിങ് ഏരിയ ആണ്. വാട്ടർ സ്പോർട്സ് ഉണ്ട്. കൂടാതെ വേറൊരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ആളുകൾ കൂടുതലും പേരും സൈക്ലിങ് താല്പര്യമുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെ സൈക്ലിങ്ങിൻ്റെ അതിനുവേണ്ടി തന്നെ ഈ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഒരു വുഡ് കൊണ്ട് ഉണ്ടാക്കിയൊരു പാത്ത് വേ ഉണ്ട്. ഈ പാത്ത് വേ ഉള്ളതുകൊണ്ട് തന്നെ ഒരു 4 കിലോമീറ്റർ ഉണ്ട് ഈ പാത്ത് വേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം സൈക്ലിംഗ് കൊണ്ട് ഒത്തിരി പേര് ഇങ്ങനെ ആ പാത്ത് വേ അതിൻ്റെ കൂടെ ഓടിച്ച് നടക്കാറുണ്ട്. കൂടാതെ വേറൊരു ഹോബിയാണ് ഡോഗിനെ കൊണ്ട് നടക്കുക എന്നുള്ളത്. ഈവനിങ് വാക്ക്, മോർണിംഗ് വാക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഡോഗിനെ കൊണ്ട് നടക്കുക എന്നുള്ളത് ഇവരുടെ വേറൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ രണ്ട് ഡോഗിനെ കൊണ്ട് നടക്കാനുള്ളതും ഈ സൈക്ലിങ്ങിന് വേണ്ടിയുള്ളതും ഒരു പാത്ത് വേ കൂടെ തന്നെയാണ്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ഇതിന് ഡോഗിനെ കൊണ്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഡോഗ് വാക്കിംഗ് ബീച്ച് എന്നുള്ള വേറൊരു പേരും കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു പ്രത്യേകത നിറഞ്ഞൊരു ബീച്ചാണിത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തി ബീച്ചിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെയൊരു ബോർഡായിരിക്കും നമുക്ക് ആദ്യം കാണാൻ സാധിക്കുക. ഇത് മാവൂരി ഭാഷയിലാണ്. കൂടാതെ വലിയൊരു ബോർഡ് ഇവിടെ എന്തൊക്കെയാണ് ഈ ബീച്ചിൽ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഇതിൽ കാണാൻ സാധിക്കും. ഇതാണ് ബീച്ചിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇത് വലിയൊരു ബീച്ച് തന്നെയാണ് കേട്ടോ. കാര്യം കൂടാതെ നമുക്ക് തൊട്ടടുത്ത് സൈഡിൽ കൂടെ വാക്കിങ്ങിന് പോകുന്നവരൊക്കെ കാണാൻ സാധിക്കുന്നു. വലിയ തിരക്ക് ഇല്ല, കാരണം ഇന്ന് വീക്കെൻഡ് അല്ല. അതുകൊണ്ട് വീക്കെൻഡിന് നല്ല തിരക്കാണെന്നാണ് പറഞ്ഞ് കേട്ടിരിക്കുന്നത്. ഇനി നമുക്ക് അങ്ങോട്ട് കൂടുതലായിട്ട് കാണാം. നമ്മൾ ആദ്യം കണ്ടത് കാറ് പാർക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴുള്ള ഒരു ഫ്രണ്ട് വ്യൂ ആണ് കണ്ടത്. ഇനി നമുക്ക് വേറെ സൈഡിലേക്ക് നടക്കാം. ഇത് കിലോമീറ്ററോളം നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഒരു നല്ലൊരു വാക്കിംഗ് നല്ലൊരു ഡെസ്റ്റിനേഷനാണ് ഇത്. മോർണിംഗ് വാക്ക്, ഈവനിങ് വാക്കിനൊക്കെ പോകുന്നവർക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ്. കാര്യം കാറ്റുകൊണ്ട് ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നടക്കാൻ പറയുമ്പോൾ നല്ലൊരു രസമുള്ള ഒരു ടൈം പാസ് തന്നെയാണ്. കൂടാതെ നമുക്ക് ഒരു എക്സസൈസും കൂടിയാകും. ഇത് ഫുള്ള് ബീച്ചിൻ്റെ സൈഡിൽ കൂടി തന്നെയാണ് നടക്കുന്നത്. ഇവിടെ മൊത്തം ഗ്രീനറിയാണ്. മൊത്തം പച്ചപ്പാണ്. കാര്യം ന്യൂസിലൻഡിൽ ഈ ബീച്ചിൽ പച്ചപ്പെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമല്ല. ന്യൂസിലൻഡിൽ എവിടെ പോയാലും പച്ചപ്പ് തന്നെയാണ്. കൂടാതെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഒത്തിരി അവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഓരോ 4-5 കിലോമീറ്റർ കൂടുമ്പോൾ പ്ലേ ഏരിയയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ വുഡ് കൊണ്ടുണ്ടാക്കിയ ഒരു ബ്രിഡ്ജ്. ഇത് എനിക്ക് 2-3 കിലോമീറ്ററോളം ബ്രിഡ്ജ് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഇതിലൂടെയാണ് സൈക്ലിംഗ് ചെയ്യാനും കൂടാതെ ഡോഗിനെ കൊണ്ട് വാക്കിങ്ങിന് വരുന്നവരൊക്കെ ഇതിലൂടെയാണ് പോകുന്നത്. ഇത് പോയി തിരിച്ചു വരുമ്പോൾ തന്നെ നല്ലൊരു എക്സസൈസ് തന്നെയാകും. അതുകൊണ്ട് തന്നെ കൂടാതെ ഒരു സൈഡിൽ ബീച്ച്, ഒരു സൈഡിൽ ഒരു ഫോറസ്റ്റ് അല്ല, മരങ്ങളൊക്കെ പിടിപ്പിച്ചേക്കാണ്. അതുപോലെ ഗവൺമെൻറ് അതുപോലെയാണ് ഈ മരങ്ങളൊക്കെ അവർ കാത്തു സൂക്ഷിക്കുന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ന്യൂസിലൻഡ്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കാം.
ബ്രിഡ്ജിൻ്റെ ഒരു എൻഡിങ് ആണ് കേട്ടോ കാണുന്നത്. അതിൻ്റെ എൻഡിങ് ബീച്ചിലേക്ക് ഓപ്പൺ ആണ്. നമുക്ക് നോക്കാം. ചിലപ്പോൾ ബോട്ടിംഗ് ഉള്ളവർക്കൊക്കെ അവിടെ എൻട്രിക്ക് വേണ്ടിയായിരിക്കും അത്തരത്തിലുള്ള ഒരു ഓപ്പണിങ്, ഒരു ബീച്ചിലേക്ക് ഓപ്പൺ ചെയ്തൊരു ബ്രിഡ്ജ് അങ്ങനെ ചെയ്തു വച്ചിരിക്കുന്നത്. എനിവേ നമുക്ക് നോക്കാം. ഇനി മുകളിലേക്ക് പോയാൽ എന്താണ് ഉള്ളതെന്നൊക്കെ നോക്കാം. ഇതാണ് മുകളിലേക്ക്. ഇത് സിമെൻറ്റ് ഇട്ടേക്കണ ഒരു റോഡാണ്. നല്ല കയറ്റമാണ്. ശരിക്കും പറഞ്ഞാൽ ആ ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഈ കയറ്റം കയറി ഒരു പ്രാവശ്യം വരുമ്പോൾ തന്നെ നല്ലൊരു എക്സസൈസ് ആകും. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഗവൺമെൻറ് ഇങ്ങനെ ഒരു പദ്ധതി ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് നല്ലൊരു കയറ്റം തന്നെയാണ്. അതിൻ്റെ സൈഡിൽ പച്ചപ്പും ഒരു സൈഡിൽ മരങ്ങളൊക്കെ നട്ടു വളർത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം മുകളിലേക്ക് പോയിട്ട്. നമുക്ക് കാണാം ഇവിടെ വഴി സ്പ്ലിറ്റായിട്ട് പോവാണ്. നമുക്ക് ലെഫ്റ്റ് വഴി പോയി നോക്കാം. ഇവിടെ സ്റ്റെപ്പ് തന്നെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സൈഡിൽ സ്ലോപ്പായിട്ടുള്ള ഒരു പാത്ത് ഉണ്ട്. ചിലപ്പോൾ ഇത് സൈക്ലിംഗ് ചെയ്യുന്നവർക്ക് സൈക്കിള് താഴേക്ക് കൊണ്ടുവരാനുള്ളൊരു വഴിയായിരിക്കാം ഇത്. ഒരു സൈഡിൽ നെറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് എൻഡിങ് ആണ് തോന്നുന്നു. ഇതിൻ്റെ ടോപ്പിൽ റോഡാണ്. അപ്പോൾ ഒരു ഫാമിലിക്ക് ഒരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഏരിയയാണ് ഈ ബീച്ച്. കാര്യം കുട്ടികൾക്കാണെങ്കിൽ കളിക്കുവാനും എല്ലാം നല്ലൊരു ഏരിയ ഉണ്ട് ഈ ബീച്ചിൽ. അപ്പോൾ പറ്റുന്നവർ ഈ ബീച്ചിൽ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.